കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. അങ്ങനെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ദിനമായ വിഷു, ആ ദിവസത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോഴത്തേ ഞങ്ങൾ രാവിലെ കണിയൊക്കെ കണ്ടു. പിന്നീട് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കി ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു ഇല ചോറ് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കും കേട്ടോ. പിന്നത്തെ പാൽപ്പായസമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് നമ്മൾ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേ ഭഗവാനും നമ്മൾ ചോറ് വിളമ്പി വെച്ചു. അതിന് ഒരു 10 മിനിറ്റോളം നമ്മൾക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഊണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേ പായസവും ഒക്കെ ഭഗവാൻ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ ശ്രീകുട്ടൻ്റെ കൂട്ടുകാരൻ ഫിലിപ്പും റോണും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് അവന്മാർ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഞാൻ അവരെ കാണുന്നത് തന്നെ. അപ്പം അവരില്ലാത്ത ഒരു വിഷുവും ഓണവും ഒന്നുമില്ല നമുക്ക്. എപ്പോഴാണെങ്കിലും അവർ നമ്മളെ വീട്ടിൽ എപ്പോഴും അവന് ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പം അവന്മാരും ഞങ്ങളുടെ പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ ദിനങ്ങളാണല്ലോ അല്ലേ. അപ്പോഴത്തേ ഞാൻ ഊണിനൊപ്പം പാലടയും അടപ്രഥമനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. കാരണം നമ്മൾ സ്വന്തമായിട്ട് വിഷു ദിനത്തിലുണ്ടാക്കുന്ന വിഭവങ്ങളാണല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവരുടെ ഒരു അഭിപ്രായത്തിനാണല്ലോ വാല്യൂ. അപ്പോൾ അതേ ഉച്ചതിരിഞ്ഞ് ചേച്ചിയും ചേച്ചിയുടെ മക്കൾ 2 പേരും മരുമക്കളും ഒക്കെ ചേട്ടനും ഒക്കെ ആയിട്ട് അവർ വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു പൂർണ്ണതയാണല്ലോ അവരും കൂടെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത്. അപ്പം വിഷു അടിപൊളിയായിരുന്നു. ഞങ്ങൾ പുതുപ്പള്ളിയിലാണ് മുന്തിരി നിന്നുകൊണ്ടിരിക്കുക. ഇനി ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകാനും മുന്നേ ഒന്ന് റെസ്റ്റ് എടുത്തതാണ്. ഓ അത് ശരി. അപ്പോഴത്തേക്ക് ഇങ്ങനെയും എൻ്റെ മമ്മിയും കൂടെ അന്ന് വർത്താനം പറയണം കേട്ടോ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ദേവിൻ്റെ പാറു ഫ്രണ്ടിലിരുന്ന് പാറുവിൻ്റെ ചാനലിലേക്കുള്ളത് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്രാവശ്യം വിഷു അടിപൊളിയായിരുന്നു ആണല്ലേ. എന്നിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് സദ്യയും പായസവും. വിഷു കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. പടക്കങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിത് പൊട്ടിക്കാനുണ്ട്. ഇത് കുറെ സാധനങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. അധികം ഇനി ഒരു ട്രിപ്പ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. എല്ലാം കിട്ടുന്നത് ഇന്ന് നമ്മള് പൊളിക്കൂല്ലേ? ആണോടാ ഡൂഡു, നമ്മള് പടക്കം പൊട്ടിച്ച് പൊളിക്കുവോ? കമ്പിത്തിരി കത്തിക്കും അല്ലേ? അപ്പൊ നമുക്ക് തകർക്കാം ഇന്ന് അല്ലേ. അപ്പത്തേ ഞാൻ വെറുതെ എല്ലാവർക്കും വിഷു ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം. ഞാൻ പപ്പായോടും ചോദിച്ചു കേട്ടോ. പപ്പായ്ക്ക് എങ്ങനെയായിരുന്നു ഈ വർഷം? ഇപ്പോഴത്തെ വിഷു പണ്ടത്തെ വിഷു തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഭയങ്കര വ്യത്യാസം. എന്താ വ്യത്യാസം? അപ്പൊ ഈ വർഷവും എന്റെ വീട്ടിലായിരുന്നു കേട്ടോ പപ്പ വിഷു ആഘോഷിച്ചത്. മമ്മി അത് കേട്ടോ. എന്നിട്ട് എന്റെ വിഷു ഞാനിന്നുണ്ടാക്കിയ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനിന്നുണ്ടാക്കിയ വിഷു സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആണോ? വളരെ ഗംഭീരമായിരിക്കും. ആണോ? പായസമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പാചകമൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പാചകമൊക്കെ പഠിച്ചു. ഒരു വലിയ സംഗതിയായിരുന്നു. അതെ അല്ലേ. മമ്മി ഇവിടെ ഒളിച്ചു നിൽക്കാണ് കേട്ടോ. മമ്മിക്ക് ക്യാമറയുടെ മുന്നിൽ വരാനത്ര താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ എന്തായാലും പപ്പായും മമ്മിയൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് വിഷു സദ്യയൊക്കെ കഴിക്കാനുള്ളത് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷങ്ങളിൽ ഒന്നാണല്ലോ അല്ലേ. അപ്പോഴത്തേ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനില്ലേ? അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുക്കാൻ പോണത്. ലെമണ്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് 3-4 കഷ്ണം ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഇതിന് വേണ്ടി ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, മഞ്ഞൾപ്പൊടി ഉണ്ട് നമ്മുടെ കയ്യിൽ. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൗഡർ ചേർക്കണം. പിന്നെ കുറച്ച് ഫെനൽ പൗഡർ, നമ്മുടെ
പെരുംജീരകപ്പൊടി. ഓക്കെ ഓക്കെ. അത് പൊടിക്കണം. മാരിനേറ്റ് ചെയ്യുന്നത് ഇത് ഓയിലായിരിക്കും. എന്ത് ഓയിലാണ്? വെളിച്ചെണ്ണയാണോ? കോക്കനട്ട് ഓയിലാണ്. സാധാരണ കോക്കനട്ട് ഓയിൽ തന്നെയാണോ നമ്മള് കേരളീയര് പൊതുവെ കോക്കനട്ട് ഓയിലാണ് മാരിനേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. കോക്കനട്ട് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന അവൈലബിലിറ്റി. അപ്പൊ ഒരു മിക്സി നമ്മൾ ഈ എടുത്ത് വെച്ച വെജിറ്റബിൾ എല്ലാം കൂടെ ഈ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ്. താഴെ ആയിരിക്കും ഇതിന്റെ അളവെല്ലാം. നമ്മളിപ്പോ എടുക്കുന്ന 2 കിലോ ചിക്കന് ഒരു 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വേണ്ട, 25 ഗ്രാം ഇഞ്ചി, ഒരു 25 ഗ്രാം വെളുത്തുള്ളി, ഒരു 5-10 പീസ് പച്ചമുളക്, ഒരു 50 ഗ്രാം പുതിനയില, ചെറിയ തോതിൽ ഇതിൻ്റെ നമ്മളെ അളവിനനുസരിച്ച് ഇത്ര കിലോ എടുക്കുന്നത് ആവശ്യത്തിന് ഒരു മഞ്ഞൾപ്പൊടി അല്ലേ, 1 ടീസ്പൂൺ. അത് മല്ലിപ്പൊടി അതൊരു 3 ടീസ്പൂൺ. കിംച്ചിയോ? കിംച്ചി മേടിച്ചു ഗുണ്ടുമണി. അത് നമ്മുടെ കിംച്ചി വെക്കാൻ പോണോ? കിംച്ചി ക്രഷ്ഡ് ചില്ലി. ക്രഷ് ചില്ലി, കാശ്മീരി ചില്ലി പൗഡർ കുറച്ച്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഞാൻ അളവ് പറയുന്നില്ല, ഇപ്പം ആദ്യം അല്പം ചേർക്കുവാണ്, പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഒരു ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഈ സീഡ് കളയുന്നത് നല്ലതായിരിക്കും. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു നാരങ്ങ മതിയോ? ഒരു നാരങ്ങ. ഇനി മെയിനായിട്ടുള്ള കുരുമുളക് പൊടി. പെരിഞ്ചീരകം നമ്മൾ ചേർത്തല്ലേ? നമ്മളാണ് പെരിഞ്ചീരകം ഉപയോഗിക്കുന്നത്. നോർത്തിലോട്ടൊന്നും കൂടുതലും ജീരകമാണ് ഉപയോഗിക്കുന്നത്. കുളിക്കണ്ട. ഇതൊരു 1.5 ടീസ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പരപ്പൊടി, അതൊരു 2 ടീസ്പൂൺ. നമ്മളിതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. ജ്യൂസ് ആവാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാരിനേഷൻ ഗ്രില്ല് ചെയ്യാനുള്ളതിൻ്റെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പോഴത്തെ ഗ്രില്ലിലുള്ള മസാലയൊക്കെ ഇഷ്ടമാണ് കേട്ടോ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചത്. അത് ചേച്ചിയുടെ ഇളയ മോളുടെ ഹസ്ബൻഡാണ് കേട്ടോ, പ്രീത ചേച്ചിയുടെ. അപ്പോഴത്തെ അത് കഴിഞ്ഞപ്പോഴത്തെ പതിയാനാണ് ചിക്കനിലേക്ക് അതൊന്ന് പുരട്ടി വെക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പതിയാനോട് പതിയാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, എന്നെ പറ്റി അറിയത്തില്ല. ചെറിയ രീതിയിലാണ് നമ്മൾ ഇത്തവണ വിഷുവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചപ്പോഴത്തേ വൈകുന്നേരമായപ്പം നമ്മൾ ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ വന്നു കേട്ടോ. അപ്പം നമ്മൾ വെറുതെ ഒന്നും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോയമ്പുകളെല്ലാം വീടി വൈകുന്നേരം ഒരു ചെറിയൊരു ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മളൊന്ന് ചെറിയ ഗ്രില്ലൊക്കെ അടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചിയും ആങ്ങളെയും കൂടെയാണ് കേട്ടോ ചിക്കൻ പെരട്ടി വെക്കുന്നത്. പറയൂ, വല്ലതും പറയൂ, എന്നിട്ട് പറ, എന്തേലുമൊക്കെ പറയേ. ചിക്കൻ ചിക്കൻ ഫ്രൈ, ഗ്രില്ല്, ചിക്കൻ ഗ്രില്ല്. നിങ്ങളുടെ പണ്ടത്തെ വിഷു ഒക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു. പണ്ടത്തെ വിഷു എന്ന് പറഞ്ഞാൽ അന്നേരം ചിക്കനോ ഒന്നും ഇല്ല, വെജിറ്റേറിയൻ മാത്രമാണ്, മീനോ ഇറച്ചി ഒന്നുമില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതലാണ് ചിക്കൻ പോയി വൈകുന്നേരം വൈകുന്നേരം മേടിക്കുന്നത്. എന്നാലും നമ്മൾക്ക് വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു കാരണവശാലും നമ്മുടെ ഇടയിൽ ചിക്കനോ മീനോ ഒന്നും വെക്കത്തില്ല, വെജിറ്റേറിയൻ. അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം എല്ലാ പ്രിപ്പറേഷനൊക്കെ നടത്തി വെക്കും. അമ്പലത്തിൽ പോകും. ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനുണ്ട്. എൻ്റെ അമ്മ ഞാൻ എഴുന്നേറ്റതിന് ശേഷമാണ് നീ എഴുന്നേറ്റതിന് ശേഷമോ? തേങ്ങ തന്നെ തരാൻ കൂടും. ശേഷമല്ലേ ഞാൻ വെച്ചിട്ടില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, വർത്താനം പറയുന്നു. അതാണ് ഇവര് ഇവർക്ക് രണ്ടൊരാങ്ങളെ ഉള്ളു കേട്ടോ. അതുകൊണ്ട് ഈ ആങ്ങളെ കുറിച്ച് അല്ല, ഈ ആങ്ങളെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാതെയാണ് ഈ പെങ്ങന്മാര് വളർത്തി വഷളാക്കിയത്. അത് എനിക്കൊരു വിനയായി. അതാണ് ടേബിളെ വന്നിരിക്കും, ഫുഡ് കഴിക്കും. അമ്മച്ചി ഒരു മോനെ ഉള്ളു എന്നുള്ള ഇതിൽ ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇപ്പം എന്താണ്ട് ചിക്കനൊക്കെ റെഡിയാക്കുന്നു, അതിശയം വരുന്നു. അത് തന്നെ ഇപ്പത്തെ ഞങ്ങളുടെ ചെറിയ ചെറുക്കനുണ്ട് കേട്ടോ. അവനാണെങ്കിൽ എല്ലാ ജോലിയും ചെയ്യും, അല്ലേടാ? അല്ലേ, ചെയ്യുവോ? അങ്ങനെ വേണം കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ ഗ്രില്ലടിക്കാനുള്ള ചാർക്കോളൊക്കെ അമ്മാവനും മോളും കൂടെ അവിടെ നിന്ന് കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെത്ര കത്തിച്ചിട്ടോ അത് കത്തുന്നില്ല, കർപ്പൂരം ഇട്ടിട്ട് കത്തുന്നില്ല. അപ്പം അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ട കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ അവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കത്തി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രീത ചേച്ചിയും എൻ്റെ മമ്മയും കൂടെ കുറച്ച് പച്ചച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാർക്കോൾ കത്തിക്കുന്നതിൻ്റെ ദൗത്യം ചേട്ടനും എന്നെയും കൂടെ ഏറ്റെടുത്തു. അപ്പോൾ അവരത് കത്തിച്ച് പിടിപ്പിക്കട്ടെ. ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെയുള്ള ഫെസ്റ്റിവൽസിനൊക്കെയാണല്ലോ എല്ലാവരും കൂടെ കൂടുന്നത് കേട്ടോ. അപ്പം അതിനൊക്കെ കാണിക്കുന്ന മനസ്സാണല്ലോ എല്ലാവരുടെയും. അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ ചേച്ചീനെ അല്ലാതെ അവരുടെ അമ്മായിയമ്മേനെ ഒന്ന് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോകണം എന്ന് എൻ്റെ മനസ്സിൽ ഇന്നലെ മുതൽ ഇന്ന് പോയാൽ ശരിയാകത്തില്ല. പക്ഷേ നിങ്ങളെ വിചാരിച്ചിരുന്നെങ്കിൽ കൊണ്ടുപോകാൻ നിങ്ങളെ ഉണ്ടല്ലോ ഉണ്ട്. കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എടുത്തതിനത്തെയും കൂടെ റീലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് മാലുവും അജയും കൂടെ അത് നോക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചക്ക വേവിച്ചു, പിന്നെ എന്താണ് റോമാലി ഉണ്ടായിരുന്നു, മയോണൈസ്, ചപ്പാത്തി എല്ലാം കൂട്ടി നമ്മൾ എന്നാ പറയുന്നത് ഒരു 10 മണി 11 മണിയൊക്കെ ആയി. നമുക്ക് ആ ഒരു നമ്മുടെ തിണ്ണയിലിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതൊരു വൈബാണല്ലോ അല്ലേ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞ സന്തോഷവും
ഒക്കെ നമുക്ക് തരുന്നത്. പണ്ടത്തൊക്കെ നമ്മൾ ആൾക്കാർ എന്നാ പറയുന്നത് വിഷു ആയിട്ട് ഭക്ഷണം കഴിക്കുക ഒതുങ്ങി പോവുക എന്നുള്ളത്. ഇപ്പം ആണെങ്കിൽ എല്ലാവരും എന്നാ പറയുന്നത് എല്ലാവരും ഒത്തുകൂടുക സന്തോഷിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോഴത്തെ ഇങ്ങനെയുടേതായ രീതിയിൽ റൊമാലി റൊട്ടി ചുരുട്ടിയും ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാം എന്നാ പറയുന്നത് അതൊക്കെ ഒരു സന്തോഷ നിമിഷങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ പാട്ട് നമുക്കിതുകൊണ്ട് അകത്തൊന്നും ഇടാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കാനേ പറ്റുള്ളൂ. എന്തായാലും ഈ വർഷത്തെ വിഷുവിന് പപ്പായും മമ്മിയും ചേട്ടനും മക്കളും എല്ലാവരും ചേച്ചിയും ഒക്കെ വന്നപ്പം നമ്മുടെ എന്നാ പറയുന്നത് കുടുംബത്തിൽ ഒരു ബഹളവും ഒക്കെ വന്നപ്പോൾ നമുക്ക് എന്നാ പറയുന്നത് വിഷു എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഓരോ വർഷവും കടന്നു പോകുമ്പോഴും നമുക്കിതൊക്കെ നമുക്ക് ഓർത്തെടുക്കാം അല്ലേ. അപ്പം നമ്മൾ തന്നെ ഉള്ളെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുക, അതങ്ങ് ഫിനിഷ് ചെയ്യാന്നൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് വീണ്ടും നമുക്കതിങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സാണ് വീണ്ടും തോന്നുന്നത് കേട്ടോ അല്ലേ. അങ്ങനെയല്ലേ എല്ലാവരും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ എന്നാ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മളാരോടും പിണങ്ങാനോ പിടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും എല്ലാവർക്കും ഇതൊക്കെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ നാളെ നമുക്ക് കിട്ടണം എന്ന് ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആ പിള്ളേർക്കും അതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ അല്ലേ. അവരും വളർന്ന് വലുതാകുമ്പം ഇതുപോലെ ഫാമിലിയായിട്ട് ഒത്തൊരുമിക്കാനായിട്ട് അവർക്കും ഒരു പ്രചോദനം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോഴത്തെ ചേട്ടനും ചേച്ചിമാരും ചേട്ടന്മാരും മാലും ശ്രീകുട്ടനും ഒക്കെ കൂടിയുള്ള അവരുടെ ഒരു വൈബും ഒക്കെ അടിപൊളിയല്ലേ. പിന്നെ ഞങ്ങൾ കുറേ പടക്കം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ പടക്കം കത്തിക്കുന്നതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ തിരിക്കുമ്പോൾ എന്തായാലും ഒരുപാട് ലേറ്റായി. നമുക്കിത് ലാസ്റ്റ് ഭാഗമാണ് ഗ്രില്ലിൻ്റെ. അപ്പോൾ അതും കൂടെ അവരത് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോഴത്തെ എല്ലാവരും പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്നാ വെച്ചാൽ പിറ്റേ ദിവസം അവർക്ക് എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടവരാണ്. അപ്പം എറണാകുളം ഒക്കെ പോകേണ്ടവരാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യല്ലോ അല്ലേ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. സൂപ്പർ. അച്ചടിച്ച് കേട്ടോ. വിളിക്കണം.